സ്കൂളുകളിലെല്ലാം കുട്ടികൾക്ക് മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം കൊടുക്കാറുണ്ട് സ്കൂളിൽ നിന്ന്. ഈ മോറൽ സയൻസ് അവിടെയാണ്. മോറൽ സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേപ്പറിൽ ഉണ്ട്, സിലബസിലുണ്ട്. 4ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ വരെയുള്ള കുട്ടികളിൽ കൈൻഡ്നെസ് കൊണ്ടുവരാൻ, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ, എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ, ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോറീസിൻ്റെ രൂപത്തിൽ ചെറിയ ചെറിയ വായിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള കഥകളുടെ രൂപത്തിൽ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മോറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പുസ്തകങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് എത്ര പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. എങ്ങനെ പഠിപ്പിക്കുന്നു? ഡെഫിനറ്റ്ലി അതാണ്. പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമ്മൾ മെത്തഡോളജിയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ പ്രാധാന്യം എത്രയുണ്ട്, ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ ഇത് വെറുതെ ഹിസ്റ്ററിയോ സിവിക്സോ ജോഗ്രഫിയോ പഠിപ്പിക്കുന്നത് പോലെ അരമണിക്കൂർ വന്ന് പഠിപ്പിച്ചു പിന്നെ അതിൻ്റെ പരീക്ഷ ഇട്ടു, ആ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല. ഇത് എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഓരോ സ്കൂളുകളിലുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂളിൽ ഒരു കുഞ്ഞ് എന്നോട് സംസാരിക്കുകയായിരുന്നു. സ്കൂളിൽ ഒരു ഇഷ്യൂ നടന്നു. ചെറിയ ക്ലാസ്സാണ്. ചെറിയ ക്ലാസ്സിലുള്ള ഒരു കുഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തിറങ്ങിപ്പോയി. സ്കൂളിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ല, സ്കൂളിനകത്തുണ്ട്. കുട്ടികൾ ചിന്തിക്കുന്നത് ഈ കുട്ടി അതിന് തൊട്ട് മുന്നേ ബ്രേക്ക് ടൈം ആയിരുന്നു, വാഷ്റൂമിൽ പോയി എന്നാണ് ചിന്തിക്കുന്നത്. വാഷ്റൂമിൽ നിന്ന് തിരിച്ച് വരേണ്ടുന്ന സമയമായിട്ട് ഈ കുഞ്ഞ് വരുന്നില്ല. ആ പീരീഡ് ഏകദേശം തീരാറായി. തീർന്നു കഴിഞ്ഞ് അടുത്ത ടീച്ചർ വന്നപ്പോൾ കുട്ടികൾ റിപ്പോർട്ട് ചെയ്യാണ് ഇന്ന ആൾ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ അവിടെ പാനിക് സിറ്റുവേഷനായി. എല്ലാവരും അന്വേഷിച്ചു. കുട്ടികളെ ടീച്ചേഴ്സ് അന്വേഷിച്ച് നടന്നു. അവസാനം പരക്കം പിടിഞ്ഞ് നടന്ന് സ്കൂളിനകത്ത് തന്നെ ഈ കുഞ്ഞിനെ ഒരു സമാധാനമായി കുഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തുനിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. കുട്ടി സമാധാനമായിട്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, കുഞ്ഞിന് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. കുഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നു ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എന്നോട് പറയുന്നത്, എന്തിനായിരിക്കും ആ കുട്ടി പോയത്? കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആകാംക്ഷയാണത്. സുഹൃത്തെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് എടാ നീ എന്തിനാ പോയത്, അങ്ങനെ പോകാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണ് എന്ന് കേട്ടിട്ട് ഒരു പക്ഷേ അവരുടെ ട്രസ്റ്റഡ് അഡൽട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും. ഈ കുഞ്ഞ് ഒന്നും മിണ്ടാതെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ആ ബിഹേവിയർ കറക്റ്റ് ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് ആലോചിക്കേണ്ടതുണ്ട്, അത് അന്വേഷിക്കേണ്ടതുണ്ട്. ടീച്ചേഴ്സ് ക്ലാസ്സിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, ഈ വിഷയം ഇവിടെ തീർന്നു, ഇനി ഇതിൻ്റെ പുറത്ത് ചർച്ചയില്ല. അതായത് ഈ മോറൽ സയൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കഥകൾ അവരൊരു കഥയായിട്ട് ഇതിലേക്കൂടെ കളയും. ഇവർ മനസ്സിലാക്കുന്ന എന്താണ്, ഈ കുട്ടിയെ പണിഷ് ചെയ്തു, ഈ കുട്ടിക്ക് പണിഷ്മെൻറ്റ് കിട്ടി, അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് പണിഷ്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ് മറ്റു കുട്ടികൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ മാത്രമാണോ മനസ്സിലാക്കുന്നത്? എന്തിനു പോയി, എന്തായിരുന്നു റീസൺ, ഇത് ഇങ്ങനെ അല്ല സോൾവ് ചെയ്യേണ്ടത്. പലപ്പോഴും മുതിർന്നവർ പറഞ്ഞു കൊടുക്കുവാണ്, ഇങ്ങനെ നിനക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ല സോൾവ് ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും ഇഫക്റ്റീവാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ ഇതേ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് നന്മയുണ്ട്, അവർക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ലോകങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. പലപ്പോഴും അവരുടെ സൊല്യൂഷൻസ് അവരുടെ പ്രായത്തിനൊത്ത കാര്യങ്ങളിൽ അവർ സൊല്യൂഷൻസ് കണ്ടെത്താറുണ്ട്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇതുപോലൊരു സാഹചര്യത്തിൽ എന്നോട് ഈ സംസാരിച്ച കുഞ്ഞ് പറഞ്ഞത്, എന്തിനാ അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ശരിയാണ്, അവൻ ആ സബ്ജക്റ്റ് ഇഷ്ടമല്ല, പക്ഷെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അത് വലിയ പ്രശ്നമാവുമെന്നും പിന്നീടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇവനെ നോട്ടപ്പുള്ളിയാക്കുമെന്നുള്ള ചിന്ത അവന് വേണ്ടേ? ഈ കുട്ടി ചോദിക്കുകയാണ്, കുഞ്ഞ് ചോദിക്കുവാണ്, അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് ചോദിക്കുവാണ്, അതവന് വേണ്ടേ? അപ്പം എന്തിനായിരിക്കും അവൻ പോയത്? അവൻ അത്രയ്ക്ക് എന്തായിരിക്കും വിഷമം വന്നിട്ടുണ്ടാവുക? ഈ കുഞ്ഞിനെ അലട്ടുന്ന വിഷയമാണത്. ഒരു പക്ഷേ ഇവർ തമ്മിൽ സംസാരിച്ചാൽ ഈ കുഞ്ഞിന് ക്ലാസ്സിൽ മറ്റ് ഫ്രണ്ട്സ് ചിലപ്പോൾ റാപ്പോ വേണം. ആ റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള സാഹചര്യം എത്രയുണ്ട്? സ്കൂളുകളിൽ നമ്മൾ പറഞ്ഞാൽ 2 കുട്ടികൾ സുഹൃത്തുക്കളാണ് എന്ന് നമ്മൾ വെറുതെ ടീച്ചേഴ്സിനോട് പറയുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അടുത്ത വർഷം ചെയ്യുന്നത് ഇവരെ 2 ക്ലാസ്സിലാക്കും, കൂട്ടുകൂടി ചീത്തയുണ്ട്, ഷഫിൾ ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.